ഹലോ നമസ്കാരം. വീക്കിലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്? അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെന്റ്സ് ഒക്കെ നിഫ്റ്റിയിലും അതേപോലെ തന്നെ സ്റ്റോക്സിലൊക്കെ നല്ല രീതിയിൽ ബിഗർ മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുള്ള ഒരു വീക്കായിരുന്നു. 2% മുകളിലാണ് നിഫ്റ്റി അപ്പ് ഉള്ളത്. അതേപോലെ തന്നെ അഗെയിൻ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിഫ്റ്റി നിൽക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ കഴിഞ്ഞ വീക്കിൽ സജസ്റ്റ് ചെയ്ത സ്റ്റോക്സിന്റെ പെർഫോമൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീക്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്ത സ്റ്റോക്സിൽ ഒന്നായിരുന്നു എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്ന് പറയുന്നത്. എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ ലെവൽസ് നമ്മൾ പറഞ്ഞിരുന്നത് 270 അല്ലെങ്കിൽ 273 അബോവ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി പോകുന്നതാണ്. ഏകദേശം ഒരു 7% ഹൈ ക്രിയേറ്റ് ചെയ്ത്, അതായത് 289-90 വരെയൊക്കെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് എഗെയിൻ സ്റ്റോക്ക് എൻട്രി ലെവലിലേക്ക് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് സോണിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റീ എൻട്രി കൺസിഡർ ചെയ്യാം. പെർഫെക്റ്റ് ആയിട്ട് ആ സ്റ്റോപ്പ് ലോസ് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടാർഗറ്റ്സ് 300-ഉം 320 ഒക്കെയാണ്. സ്റ്റിൽ അത് ആ ലെവൽസ് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ് നാഷണൽ അലുമിനിയം. നാഷണൽ അലുമിനിയം അത്യാവശ്യം പെർഫോം ചെയ്തതിന് ശേഷം, അതായത് ബ്രേക്ക് ഔട്ട് ലെവലിൽ നിന്ന് ഒരുപാട് മുകളിലായിരുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് നമ്മൾ അതിലേക്ക് റീടെസ്റ്റ്, അതായത് ബ്രേക്ക് ഔട്ട് സോണിലേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 190 അല്ലെങ്കിൽ 193 എന്നൊക്കെ പറയുന്ന റേഞ്ചിലേക്ക് റീടെസ്റ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് അഗെയിൻ ഇവിടെ റീ എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലെവൽസിലാണ് നാഷണൽ അലുമിനിയം ഉള്ളത്. അതേപോലെ തന്നെ നമ്മൾ എത്രയാണോ സ്റ്റോപ്പ് ലോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ ലെവൽ കീപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രഷ് എൻട്രി പോസിബിൾ ആണ്. നെക്സ്റ്റ് ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നമ്മുടെ ലെവൽസ് പറഞ്ഞത് 170 എബോ അല്ലെങ്കിൽ 171 എബോ ആയിരുന്നു. സ്റ്റോക്ക് ഏകദേശം ഒരു 175 വരെയൊക്കെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് അഗൈൻ നമ്മൾ എൻട്രി ലെവലിലേക്ക് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് സോണിലേക്ക് റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഈ ഒരു 173 എബോ ഇനിയും വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 1 അവറിൻ്റെ ക്യാനിലൊക്കെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീ എൻട്രി പോസിബിൾ ആണ്. 182 അല്ലെങ്കിൽ 190 ഒക്കെയാണ് നമ്മുടെ ടാർഗറ്റ്സ് വരുന്നത്. അപ്പോൾ 173 എബോ വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റ് ചെയ്യേണ്ടിരുന്നത് ഓറോ ഫാർമയിൽ നമ്മൾ പറഞ്ഞിരുന്ന ലെവൽസ് 1200 വരികയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ആ ലെവലിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ ബ്രേക്ക് ഔട്ട് സോൺ ടച്ച് ചെയ്ത് തിരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ കയറാമെന്നാണ് പറഞ്ഞിരുന്നത്. ഏകദേശം നമ്മൾ 1187 അല്ലെങ്കിൽ 90 എന്ന് പറയുന്ന ലെവൽ വരെ വന്നതിന് ശേഷം സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1235, അതായത് 5% ആണ് സ്റ്റോക്ക് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. ഫർദർ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ ടാർഗറ്റ് വരെ, അതായത് ഒരു 1290 1300 ലെവൽ വരെയൊക്കെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വീക്കിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത അല്ലെങ്കിൽ നമുക്കൊരു ഹൈ റിട്ടേൺസ് അല്ലെങ്കിൽ 20-30% ഒക്കെ മുകളിൽ റിട്ടേൺസ് നൽകിയതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള ബിഗർ മൂവ്മെൻറ്റ്സ് ആണ് ഓരോ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത്. 36%, അതായത് ഒരു 3-4 ദിവസം കൊണ്ട് 36% മുകളിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് റിട്ടേൺസ് നൽകിയിട്ടുള്ളത്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്യട്ടെ എന്ന്. ഞാൻ പറയുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് നമുക്ക് ലോങ് ടൈമിലേക്കൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക്. നിങ്ങൾ ഷോർട്ട് ടൈം എൻട്രിയാണ് കൺസിഡർ ചെയ്തെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഫർദർ ഇനി ഒരു റാലി തന്ന് പുൾ ബാക്ക് ഒക്കെ തന്ന് അടുത്ത ഹൈ കട്ട് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഒരു മെത്തേഡിലേക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. മുമ്പൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്സിലെല്ലാം ഞാൻ ലോങ് ടൈമിലേക്ക് പറയാറില്ല. കാരണം ഇവിടെ നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഫണ്ടമെന്റൽസോ അതല്ലെങ്കിൽ ഓർഡർ ബുക്ക് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഇനിയും തരാൻ സാധ്യതയുള്ള നിയർ ഫ്യൂച്ചറിൽ, അതായത് ലോങ് ടേമിൻ്റെ കേസാണ് പറയുന്നത്. ഷോർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ ഹാഫ് ബുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ പുൾ ബാക്ക് വരുന്നതിനനുസരിച്ച് ട്രെയിലിംഗ് SL മെത്തേഡ് കീപ്പ് ചെയ്താൽ മതി. ഇനി വരുന്ന ആഴ്ചയിലേക്ക് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം. അപ്പോൾ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെയൊക്കെ പോലെ അതല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ഇന്ത്യൻ്റെയൊക്കെ പോലെ 8%-ഉം 10%-ൻ്റെ ഒക്കെ മുകളിൽ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മളെ വാച്ച് ലിസ്റ്റിൽ ആദ്യം വരുന്ന സ്റ്റോക്കാണ് ഫിനോലെക്സ് കേബിൾസ് അല്ലെങ്കിൽ ഫിൻ കേബിൾസ് എന്ന് പറയും. ഓക്കെ, ഫിനോലെക്സ് കേബിൾസിൽ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ആണെങ്കിലും അതേപോലെ തന്നെ വീക്ക്ലി ടൈം ഫ്രെയിം ആണെന്നുണ്ടെങ്കിലും വളരെ രീതിയിൽ റിജക്റ്റ് ചെയ്തിരുന്ന ഒരു സോൺ, അതായത് 2023 മുതൽ റിജക്റ്റ് ചെയ്തിരുന്ന ഒരു സോണാണ് 1150 അല്ലെങ്കിൽ 1200 എന്ന് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വീക്കിലി ക്ലോസിങ് അല്ലെങ്കിൽ ഡെയിലി ക്ലോസിങ് എന്ന് പറയുന്നത് ആ ലെവലിൻ്റെ എബോ ആണ്, ഈ ബ്രേക്ക് ഔട്ട് ലെവലിൻ്റെ എബോ ആണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ആ ലെവലിൽ നിന്ന് സ്റ്റോക്ക് അത്യാവശ്യം മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ എൻട്രി കൺസിഡർ ചെയ്യാം. 1282 എന്ന് പറയുന്ന ഈ ഒരു മാർക്കറ്റ് പ്രൈസിൽ തന്നെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, സ്റ്റോപ്പ് ലോസ് 1115 താഴെയാണ് കീപ്പ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ റീടെസ്റ്റിന് വരുമ്പോൾ, അതായത് 1200 220 എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് റീടെസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഇപ്പോൾ 1200 1220 എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 1350 ആയിരിക്കും. പിന്നെ വരുന്നത് 1500 മുകളിലാണ് നമ്മൾ ടാർഗറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ ടാർഗറ്റും വലിയ സ്റ്റോപ്പ് ലോസ് ഒക്കെയാണ് വരുന്നത്. സ്റ്റോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ ഒരു അപ് ട്രെൻഡ് വന്നതിന് ശേഷം ഒരു സൈഡ് വൈസ് മൂവാണ് കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വീക്കിലിൽ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫർദർ ഒരു അപ്പ് മൂവ്മെൻറ്റ് നമ്മൾ ആ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു 10%-ൻ്റെ ഒക്കെ മുകളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്കാണ് JSW ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പോൾ JSW ഇൻഫ്രാസ്ട്രക്ചറും ഏകദേശം ആ ഒരു സിമിലർ കൈൻഡ് ഓഫ് പാറ്റേൺ ആണ് കാണിക്കുന്നത്. അതായത് സ്റ്റോക്ക് ഒരു മൂവ്മെൻറ്റ് നടത്തിയതിന് ശേഷം ഒരേ ലെവലിൽ തന്നെ ഏകദേശം ഈ ഒരു ലെവൽ 275 അല്ലെങ്കിൽ 280 എന്ന് പറയുന്ന ലെവലിൽ എത്തിയതിന് ശേഷം സ്റ്റോക്ക് ഏകദേശം നല്ല രീതിയിലൊന്ന് താഴോട്ട് വരുന്നുണ്ട്. താഴോട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് മൊത്തം എൻറ്റയർ വീക്കിൻ്റെ ഒരു പെർഫോമൻസ് ആ ലെവലിൻ്റെ മുകളിലാണ് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നത്. അതായത് 275 അല്ലെങ്കിൽ 280 എന്ന് പറയുന്ന ലെവലിൻ്റെ മുകളിലാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ആ ബ്രേക്ക് ഔട്ട് ലെവലിൽ തന്നെയാണ് സ്റ്റോക്ക് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ എൻട്രി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കറക്റ്റ് നമ്മളൊരു പ്രോപ്പർ എൻട്രി ചെയ്യുകയാണെങ്കിൽ 272 280 ഇടയിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന റേഞ്ചാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് 260 താഴെ അല്ലെങ്കിൽ 258 താഴെ കീപ്പ് ചെയ്താൽ മതി. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 300, സെക്കൻഡ് ടാർഗറ്റ് 320. ഇപ്പോൾ ഈ 2 ലെവൽസാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഷോർട്ട് ടൈം ട്രേഡിനാണ്, അതായത് നെക്സ്റ്റ് വീക്ക് അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ 1 മാസത്തിനുള്ളിലാണ് സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മളൊരു സ്റ്റോക്കിൽ എൻട്രി എടുത്താൽ ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെ 36% 3 ദിവസം കൊണ്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോസിബിൾ അല്ല. മാർക്കറ്റിൻ്റെ ടോപ്പ് ടു ബോട്ടം നമ്മുടെ ആരുടെയും കയ്യിലല്ല. സോ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അത് വെയിറ്റ് ചെയ്യുക, ട്രേഡ് മാനേജ് ചെയ്യുക, ട്രേഡ് റൺ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് PFC ഓൾറെഡി നമ്മൾ 2 ആഴ്ച മുമ്പ്, കഴിഞ്ഞ ആഴ്ചൻ്റെ മുകളിലത്തെ ആഴ്ചയൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്യൂർ ലെവലിൽ നിന്ന് ഇപ്പോൾ RBIയുടെ അല്ലെങ്കിൽ സെബിയുടെ ഒക്കെ ഒരു ന്യൂസ് വന്നതിന് ശേഷം സ്റ്റോക്ക് എന്ത് ചെയ്തു, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നടത്തി ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്തിട്ട് എഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് 478 അല്ലെങ്കിൽ 480 എന്നൊക്കെ പറയുന്ന ഈ ഒരു റേഞ്ചിൻ്റെ മുകളിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻട്രി ഓൾറെഡി ആക്ടിവേറ്റഡ് ആണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഫർദർ ഒരു എൻട്രി പോകുകയാണെന്നുണ്ടെങ്കിൽ 490 എൻട്രി ചെയ്യാം. അതല്ലെങ്കിൽ എഗെയിൻ 480 470 എന്ന് പറയുന്ന ഈ റേഞ്ചിലേക്ക് വന്ന് തിരിച്ചു പോകുന്ന ലെവൽസിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാം. 520 520 അതേപോലെ തന്നെ 560 ഈ റേഞ്ചസാണ് നമ്മൾ ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മളൊരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 450 താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ്. അതായത് ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിൻ്റെ തൊട്ട് കൺസോൾട്ടേഷൻ നടന്നതിൻ്റെ തൊട്ട് താഴേക്കാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ PFC നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അടുത്ത ആഴ്ചയിലേക്ക്. അതേപോലെ തന്നെ ബ്രേക്ക് ഔട്ടിന് റെഡിയായി നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് RCF എന്ന് പറയുന്ന സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു അപ്പ് മൂവ്മെൻറ്റ് നടന്നതിന് ശേഷം സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിലൊന്ന് ഫോളോ ചെയ്തതിന് ശേഷം സ്റ്റോക്ക് റിക്കവറി ആയി വരുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 158 അല്ലെങ്കിൽ 160 എന്ന് പറയുന്ന സോണ് ബ്രേക്ക് ചെയ്ത് ഒരു 1 ഹവറിൽ ക്യാൻഡിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫർദർ ഇതൊരു റിവേഴ്സൽ പാറ്റേൺ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ ഒരു റിവേഴ്സലിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. നമ്മൾ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 147 താഴെ ഒരു സ്റ്റോപ്പ് കീപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 173, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 190. ഈ 2 ലെവൽസാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നിയർ ഫ്യൂച്ചറിൽ സ്റ്റോക്ക് ഒരു റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കാം സംഭവിക്കേണ്ടത്. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് REC ലിമിറ്റഡ്. RECൻ്റെ ഒരു പാറ്റേണിൽ ഏകദേശം ഒരു ബ്രേക്ക് ഔട്ട് ഓൾറെഡി നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 500 അല്ലെങ്കിൽ 510 എന്ന് പറയുന്ന ലെവലിൽ ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എൻട്രി മിസ്സായവർക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 560 എബോവ് സ്റ്റോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ തൊട്ട് ശരിക്കും നമുക്കൊരു പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ 500 എന്ന് പറയുന്ന ലെവലിൻ്റെ താഴെയാണ്. അപ്പോൾ ഞാനൊരു വളരെ ചെറിയ ഷോർട്ട് ടേം ട്രേഡിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ 530 താഴെ കീപ്പ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ടുള്ള നമ്മളൊരു സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വിംഗ് ലോക്ക് താഴെയാണ് വരിക. അപ്പോൾ നമ്മളൊരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റ് നടന്നൊരു ക്യാപ്ചർ നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, 690 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ 560 എബോവ് എൻട്രി ചെയ്യുകയാണെങ്കിൽ 625 675 അല്ലെങ്കിൽ 700 എന്നൊക്കെ പറയുന്ന ലെവൽസാണ്. ഇതൊക്കെ ഷോർട്ട് ടേം ടാർഗറ്റുകളാണ്. ഒറ്റയടിക്ക് 10% 20% ഒക്കെ മൂവ്മെൻറ്റ് നടന്നോളണമെന്നില്ല. ഫർദർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവൽസ് കീപ്പ് ചെയ്ത് ഇവിടെ ഹോൾഡ് ചെയ്യുകയാണ്, ഈ ലെവലിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ വീക്കിലി ബ്രേക്ക് ഔട്ടൊക്കെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 10-20% മൂവ് ഈസി ആയിട്ട് ഈ ഒരു സ്റ്റോക്കിൽ നിന്നൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് 5-10% താഴത്തേക്ക് സ്റ്റോപ്പ് ലോസും വരുന്നുണ്ട്. നമുക്ക് ഇവിടെ 1:2 അല്ലെങ്കിൽ 1:3 ഒക്കെയാണ് കീപ്പ് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ റിസ്ക് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് എൻട്രി എടുക്കേണ്ടത്. ചാടി കയറിയെങ്കിൽ എല്ലാ ക്വാണ്ടിറ്റിയും ഈ ഒരൊറ്റ സ്റ്റോക്കിൽ തന്നെ പമ്പ് ചെയ്യരുത്. നെക്സ്റ്റ് നമുക്കൊരു സ്റ്റോക്ക് നമ്മളെ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് NCC ലിമിറ്റഡും എഗെയിൻ
സ്റ്റോക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ഔട്ട് ലെവൽ, അതായത് ഓൾറെഡി ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്ന സോണിന്റെ എബോ സ്റ്റോക്ക് പോയിട്ടുണ്ട്. എഗെയിൻ ആ ലെവലിലേക്ക് റീടെസ്റ്റ് വരികയാണ്, അതായത് 280 അല്ലെങ്കിൽ 275 എന്നൊക്കെ പറയുന്ന റേഞ്ചിലേക്ക് റീടെസ്റ്റ് വരികയാണ്. അപ്പോൾ നമുക്ക് എൻട്രി എന്ന് പറയുന്നത് ഈ സോണിൽ തന്നെയാണ് എൻട്രി കിടക്കുന്നത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 254 താഴെയാണ്. നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം 310 എന്ന് പറയുന്ന ലെവലായിരിക്കും. 337 അല്ലെങ്കിൽ 340 എന്ന് പറയുന്ന റേഞ്ചാണ് നമ്മളെ സെക്കൻഡ് ടാർഗറ്റ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്സിലൊക്കെ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 10% ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ട്രേഡ് റൺ ചെയ്യേണ്ട മെത്തേഡാണ് പറയുന്നത്. 10% ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഹാഫ് ബുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബുക്ക് ചെയ്തിട്ട് ആ ഫണ്ട് അങ്ങ് ഫ്രീ ആക്കാം. അപ്പോൾ വീക്കിലി അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടൊക്കെ 10% ഒരു സ്റ്റോക്ക് റിട്ടേൺ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാസീവ് റിട്ടേൺ ആണ്. അപ്പോൾ നമ്മൾ ബാങ്ക് റേറ്റിനെ വരെ ബീറ്റ് ചെയ്തിട്ടായിരിക്കും ആ സ്റ്റേജിൽ നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ വിന്നിങ് ട്രേഡ് എപ്പോഴും നമ്മളെ പോക്കറ്റിലേക്ക് എത്താൻ ശ്രമിക്കുക. അത് എത്തിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തുകൊണ്ടോ അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയോണ്ടോ നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മളെ ബെനിഫിറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 10% എത്തുമ്പോൾ ഹാഫ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ട്രയലിംഗ് SL എന്ന് പറയുന്ന മെത്തേഡിലേക്ക് കറക്റ്റ് അതൊരു സ്ട്രക്ചർ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പുൾ ബാക്ക് എടുത്ത് തിരിച്ച് കയറി പോകുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ സേഫ് ആക്കുന്ന മെഷേഴ്സ് എപ്പോഴും ട്രേഡ് മാനേജ്മെൻറ്റിൽ കീപ്പ് ചെയ്യുക. വിന്നിങ് ട്രേഡിൽ എപ്പോഴും നമ്മൾ പ്രോഫിറ്റിൽ ഇറങ്ങാൻ ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുത്ത എഫേർട്ടും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ടൈമും രണ്ടും വേസ്റ്റായി പോകും. അപ്പോൾ പല ആളുകൾ നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് ചോദിക്കും, ഇത് ഇവിടെ ബുക്ക് ചെയ്യട്ടെ അവിടെ ബുക്ക് ചെയ്യട്ടെ. ഞാൻ പ്രോപ്പറായിട്ട് എപ്പോഴും വോയിസ് നോട്ടായിട്ട് ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എങ്ങനെയാണ് ഒരു ട്രേഡ് മാനേജ് ചെയ്യേണ്ടത്. എനിവേ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.